ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അധ്യായം 309. ഞാനിത് സ്വപ്നം കാണുകയാണോ? അശ്വിൻ പറഞ്ഞത് കേട്ട് മല്ലികാമ ഉടനെ അവനെ ചേർത്ത് പിടിച്ചു. അയ്യോ, എൻ്റെ മോനെ ഞാൻ മറക്കുമോ? അവർ ചോദിച്ചു. അപ്പോൾ അശ്വിൻ ചിരിച്ചുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ചു. ഞാൻ വെറുതെ പറഞ്ഞതാണ് മുത്തശ്ശി, അവൻ പറഞ്ഞു. അതും പറഞ്ഞുകൊണ്ട് മല്ലികാമക്കൊപ്പം അശ്വിൻ അകത്തേക്ക് നടന്നു. അപ്പോൾ നീലിമ അമ്പരപ്പോടെ സിദ്ധാർത്ഥിനെ നോക്കി. സിദ്ധാർത്ഥ്, നമ്മൾ ശരിക്കും വിവാഹിതന? ഞാൻ സ്വപ്നം കാണുകയാണോ? അവളുടെ ചോദ്യം കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖത്ത് ഒരു ചിരി തെളിഞ്ഞു. അവൻ നീലിമയുടെ അരികയിലേക്ക് ചാഞ്ഞ ശേഷം അവളോട് ചോദിച്ചു, ഈ ചുംബനം സ്വപ്നമാണെന്ന് തോന്നിയോ? അവൻ ചോദിച്ചു. നീലിമ നാണം കൊണ്ട് തല താഴ്ത്തി. അവൻ ചോദിച്ചത് അവൾക്ക് മറുപടി പറയാൻ സാധിച്ചില്ല. അവളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം സ്വപ്നം പോലെ തന്നെയാണ് തോന്നിയത്. അവൻ അങ്ങനെ സംസാരിച്ചു കൊണ്ട് നിന്നപ്പോൾ മല്ലികാമ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവരുടെ കയ്യിൽ 2 ഗ്ലാസ് പായസവും ഉണ്ടായിരുന്നു. അത് നീലിമക്കും സിദ്ധാർത്ഥിനും നേരെ നീട്ടിയ ശേഷം മല്ലികാമ പറഞ്ഞു, നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മധുരം കഴിക്കണമെന്നല്ലേ പറയുന്നത്? ഇതാ മക്കളെ, പായസം കഴിക്ക്. ഞാൻ അശ്വിന് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കി വെച്ചതാണ്. മല്ലികാമ നീട്ടിയ പായസം 2 പേരും സ്വീകരിച്ചു. നീലിമ മല്ലികാമയെ നോക്കി പുഞ്ചിരിക്കുകയും ചെയ്തു. 2 പേരും പായസം കുടിക്കുന്നത് കണ്ട് മല്ലികാമ പറഞ്ഞു, ഇനി കുറച്ചു നേരം നിങ്ങൾ പോയിട്ട് റെസ്റ്റ് എടുത്തു. ഞാൻ അപ്പോഴേക്കും ഊണിനുള്ള തയ്യാറെടുപ്പുകൾ കുറച്ച് ഭക്ഷണം പാചകം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും വേഗം അവിടെ നിന്നും തിരിച്ചു വരുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അതുകൊണ്ട് കുറച്ചുകൂടി ഭക്ഷണം ഉണ്ടാക്കാനുണ്ട്. മല്ലികാമ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് പറഞ്ഞു, ഉള്ളതെല്ലാം മതി മല്ലികാമേ, വെറുതെ ഓരോന്നും വീണ്ടും ഉണ്ടാക്കാൻ നിൽക്കും. ആവശ്യത്തിനുള്ള ഭക്ഷണം ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്ത് കഴിക്കാം. ഞങ്ങൾ കഴിക്കാൻ വന്നതല്ല, അതുകൊണ്ടാ നേരത്തെ ഇങ്ങ് പോന്നത്. എന്നാ ശരി മക്കളെ, പോയി വിശ്രമിച്ചോളൂ. അത്രയും പറഞ്ഞുകൊണ്ട് മല്ലികാമ അശ്വിനെ കൂട്ടി അവിടെ നിന്നും അടുക്കളയിലേക്ക് മടങ്ങിപ്പോയി. മല്ലികാമ പോയ ശേഷവും സിദ്ധാർത്ഥ നീലിമയെ പുണർന്നു. ഇതൊക്കെ ഇപ്പോഴും സ്വപ്നം എന്നാണോ തോന്നുന്നത്? സിദ്ധാർത്ഥ ചോദിച്ചു. അവന്റെ ശബ്ദം നീലിമയുടെ ചെവിയിൽ പ്രതിധ്വനിക്കുകയും ചെയ്തു. നീലിമ ഒന്നും പറയാതെ അവനെ നേർക്ക് നോക്കി. അപ്പോൾ സിദ്ധാർത്ഥ് അവളെ എടുത്തു മുകളിലേക്ക് നടന്നു. നീലിമ കുതറാൻ ശ്രമിച്ചുവെങ്കിലും അവൾക്ക് അവന്റെ പിടിയിൽ നിന്നും മോചനം ലഭിച്ചില്ല. അവന്റെ നെഞ്ചിന്റെ ചൂടിൽ കിടന്ന് അവൾ അവനെ നോക്കി. നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ നിന്റെയാണെന്ന് നിനക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? എന്റെ പെണ്ണെ, ഞാനിപ്പോ നിന്റേത് മാത്രമാണ്. ഇപ്പൊ മാത്രമല്ല, ഇനി എന്നും, അവൻ സ്നേഹത്തോടെ പറഞ്ഞു. അത് സത്യമാണ്, എനിക്കും വിശ്വാസമാണ്. പക്ഷേ നിങ്ങളുടെ കുടുംബം എന്നെ സ്വീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവർക്കൊരിക്കലും എന്നെ പോലെ ഒരു സ്ത്രീയെ അംഗീകരിക്കാൻ സാധിക്കില്ല. നീലിമ പറഞ്ഞു നിർത്തി. എന്ത് സംഭവിച്ചാലും, ആര് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നീ എൻ്റെ ഭാര്യയാണ്. നിന്നെ ഇപ്പോൾ സംരക്ഷിക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ്. അത് ഞാൻ എന്നും നിറവേറ്റും. നീ ആ കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, സിദ്ധാർത്ഥ് പറഞ്ഞു. അവന്റെ നെഞ്ചിന്റെ മിടിപ്പ് അപ്പോൾ അവൾക്കറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. നീലിമയ്ക്ക് അത് കേട്ട് വളരെയധികം സന്തോഷം തോന്നി. കാരണം വെറും വാക്ക് പറയുന്ന ഒരാളല്ല അവൻ എന്ന് അവൾക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നീലിമ അവന്റെ വാക്കുകളെ വിശ്വസിച്ചു. അവന്റെ ആ വാക്കുകളോട് അവൾക്ക് ഒരു പ്രത്യേക ആദരവും ബഹുമാനവുമുണ്ട്. അവൻ അവളുടെ മിനുസമാർന്ന കറുത്ത മുടിയിലേക്ക് നോക്കി. അപ്പോൾ അവനതിൽ പതിയെ തലോടാതിരിക്കാൻ കഴിഞ്ഞു. അവന്റെ കണ്ണുകൾ പ്രണയാർദ്രമായിരുന്നു. ഈ സമയം മല്ലികാമ ഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു. അവർ നവദമ്പതികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് അറിയാവുന്ന സകല മധുര പലഹാരങ്ങളും തയ്യാറാക്കി വെച്ചിരുന്നു. ഭക്ഷണ സാധനങ്ങളെല്ലാം ഡൈനിങ് ടേബിളിലേക്ക് നിരത്തിവെച്ചതിനു ശേഷം അവർ വധൂവരന്മാരെ കാത്തിരുന്നു. പക്ഷേ അവരുടെ മുറിയിൽ ആലിംഗനം ബദ്ധരായിരുന്ന വധൂവരന്മാർ മല്ലികാമ ഭക്ഷണം തയ്യാറാക്കി കാത്തിരിക്കുന്ന വിവരം അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ വരാൻ താമസിച്ചു. ഭക്ഷണം ഏകദേശം തണുത്തു തുടങ്ങിയപ്പോഴാണ് അവർ ഹാളിലേക്ക് വന്നത്. സിദ്ധാർത്ഥും നീലിമയും ടേബിളിന്റെ ഒരു വശത്തിരിക്കുമ്പോൾ അപ്പുറത്ത് അശ്വിനും മല്ലികാമയും ഉണ്ടായിരുന്നു. അവൻ അച്ഛനെയും അമ്മയെയും നോക്കിയിട്ട് വളരെയധികം സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. അശ്വിന്റെ കണ്ണുകളിൽ വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ സന്തോഷം തന്നെയാണ് അവന്റെയും സന്തോഷം. ഡൈനിങ് ടേബിളിന്റെ മുകളിൽ ഒരു വലിയ വിളക്ക് തൂങ്ങിക്കിടന്ന് തിളങ്ങുന്നുണ്ടായിരുന്നു. അതിന്റെ വെളിച്ചം മല്ലികാമ തയ്യാറാക്കിയ വിശിഷ്ടമായ വിഭവങ്ങളെ കൂടുതൽ മനോഹരമാക്കി. മല്ലിക മുത്തശ്ശി, ഇന്ന് ഭക്ഷണമെല്ലാം കിടിലനായിട്ടുണ്ട്. അശ്വിൻ അതെല്ലാം കഴിച്ചുകൊണ്ട് അവരെ അഭിനന്ദിച്ചു. അത് കേട്ട് മല്ലികാമ അശ്വിന്റെ പ്രിയപ്പെട്ട വിഭവമായ ചിക്കൻ ഫ്രൈഡ് റൈസ് കൂടി കുറച്ചുകൂടി അവന്റെ പ്ലേറ്റിലേക്ക്. 3 ദിവസത്തെ ക്ഷീണം വന്ന് മുത്തശ്ശിക്ക് അറിയാമായിരുന്നു. കുറച്ചുകൂടി കഴിക്കുമോനെ, വേഗം വളരും, മല്ലികാമ പറഞ്ഞു. അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ സിദ്ധാർത്ഥ് നീലിമയ്ക്ക് ചിക്കൻ ഫ്രൈ വിളമ്പിക്കൊടുക്കുന്നത് കണ്ടു. അവൻ ജീവിതത്തിൽ ഒരാൾക്കും ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നതായിട്ട് മല്ലികാമയുടെ ഓർമ്മയിൽ പോലുമില്ല. അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് തന്നെ അപൂർവമാണ്. അതോർത്തപ്പോൾ അവർക്ക് വളരെയധികം സന്തോഷം തോന്നി.
നന്നായി കഴിക്ക്, അവൻ അവളോട് പറഞ്ഞു. നീലിമ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ കഴിക്കാൻ തുടങ്ങി. രണ്ടുപേരും പരസ്പരം ഇഷ്ടാനിഷ്ടങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ഇവർ വിവാഹിതരായത് വളരെ നന്നായി. ഇത്രയും ചേർച്ചയുള്ള മറ്റൊരാളും ഇവന്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല, മല്ലികാമ്മ വിചാരിച്ചു. സിദ്ധാർത്ഥിന്റെ ജീവിതം ഇത്രയും മനോഹരമാക്കിയതിൽ മല്ലികാമ്മക്ക് വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. അവർക്ക് സിദ്ധാർത്ഥ് സ്വന്തം മകനെ പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കണ്ണുകൾ നിറഞ്ഞു. കണ്ണുകൾ നിറയുന്നത് ആരും കാണാതിരിക്കാൻ മല്ലികാമ്മ തുടക്കാൻ ശ്രമിച്ചു. എങ്കിലും അറിയാതെ അവരൊന്ന് വിതുമ്പിപ്പവർ അത് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. മല്ലികാമ്മയുടെ വിചിത്രമായ പെരുമാറ്റം കണ്ട് നീലിമയും അവരെ നോക്കി. എന്തുപറ്റി മല്ലികാമേ? സിദ്ധാർത്ഥ് ചോദിച്ചു. കണ്ണീരിൽ നനഞ്ഞ മുഖത്തോടെ മല്ലികാമ്മ അവരെ നോക്കി. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതിലും വലിയൊരു സന്തോഷം എനിക്കിനി വരാനില്ല. അതോർത്തപ്പോൾ അറിയാതെ സന്തോഷം കൊണ്ട് കരഞ്ഞു പോയതാണ് ഞാന്. നിങ്ങൾ കഴിക്ക് മക്കളെ, അവർ പുഞ്ചിരിയോടെ വിശദീകരിച്ചു. അശ്വിൻ ഉടനെ ഒരു ടവലെടുത്ത് മുത്തശ്ശിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. മുത്തശ്ശി, കണ്ണു തുടക്ക്, ഇനി കരയാൻ പാടില്ല. മല്ലികാമ്മ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ മുഖം തുടച്ചിട്ട് അവനെ ചേർത്ത് പിടിച്ചു. കുറച്ചു സമയത്തിനു ശേഷം അവർ ഭക്ഷണമെല്ലാം തന്നെ കഴിച്ചു തീർത്തു. സിദ്ധാർത്ഥ് അപ്പോൾ എന്തോ ആലോചിക്കുകയായി. തന്റെ അരികിലിരിക്കുന്ന നീലിമയെയും മകനെയും കാണുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ഒരു സംതൃപ്തി തോന്നി. അച്ചുവും മല്ലികാമ്മയും സംസാരിക്കുകയായിരുന്നു. അവർ ഇതൊന്നും തന്നെ ശ്രദ്ധിച്ചില്ല. അവർ അങ്ങനെ സംസാരിച്ചുകൊണ്ടേ കുറച്ചു സമയം കഴിഞ്ഞ് സിദ്ധാർത്ഥും മറ്റുള്ളവരും പല വഴിക്കു തിരിഞ്ഞു. അന്ന് രാത്രിയായി. അതുവരെയും കുറച്ച് തിരക്കിലായിരുന്ന സിദ്ധാർത്ഥ് അപ്പോഴാണ് വീട്ടിലേക്ക് തിരികെ എത്തിയത്. അശ്വിൻ ഉറങ്ങാതെ നീലിമയുടെ അരികിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. നീലിമ അവനൊരു കഥ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവൻ ഉറങ്ങാതെ അവൾ പറയുന്നത് കേട്ടുകൊണ്ടേയിരുന്നു. അവൻ അപ്പോഴും ഉറങ്ങാൻ ഭാവമില്ലെന്ന് സിദ്ധാർത്ഥിന് തോന്നി. അന്ന് അവരുടെ ആദ്യ രാത്രി ആയതിനാൽ അശ്വിനെ എങ്ങനെയെങ്കിലും ഉറങ്ങാൻ പറഞ്ഞയക്കണമെന്ന് സിദ്ധാർത്ഥ് ചിന്തിച്ചു. അവൻ അശ്വിനെ നോക്കി പറഞ്ഞു. അല്ല, മോൻ ഇതുവരെ ഉറങ്ങിയില്ലേ? സമയം എത്രയാണെന്നറിയാമോ? പോയി ഉറങ്ങാൻ നോക്കിക്കേ. ഡാഡി പറഞ്ഞത് കേട്ടിട്ട് അശ്വിൻ അവനെ നോക്കി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഡാഡി വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഉറങ്ങി. അവൻ മറ്റൊന്നും പറയാതെ അവിടെ നിന്നും എഴുന്നേറ്റ് മല്ലികാമ്മയുടെ അടുത്തേക്ക് നടന്നു. അവന്റെ പക്വതയുള്ള പെരുമാറ്റം കണ്ട് സിദ്ധാർത്ഥ് അതിശയിച്ചു. അവൻ മറ്റുള്ള കുട്ടികളെ പോലെയൊന്നുമല്ല. അവൻ മറ്റുള്ള കുട്ടികളെ പോലെ മറ്റൊന്നും പറഞ്ഞ് വാശി പിടിക്കുകയോ ബഹുമാനക്കുറവ് കാണിക്കുകയോ ഒന്നും തന്നെ ഇതുവരെ ചെയ്തിട്ടില്ല. ആ കുഞ്ഞു വളരെ നല്ലവനാണ്. അവന്റെ അനിയനോ അനിയത്തിയോ ആയി ജനിക്കാൻ പോകുന്ന തന്റെ കുഞ്ഞിനെ ഓർത്തപ്പോൾ സിദ്ധാർത്ഥിന് വളരെ അഭിമാനത്തോടെ ചിരിച്ചു. അശ്വിൻ പോകുന്നത് നോക്കി അവൻ നീലിമയുടെ അരികിൽ ചെന്നു. അല്ല, നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? ഉറങ്ങണ്ടേ? സമയം എത്രയായി? സിദ്ധാർത്ഥ് അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ അവളുടെ കൈപിടിച്ച് മുകളിലേക്ക് നടത്തിച്ചു. നീലിമയുടെ മുഖത്ത് നാണം തെളിഞ്ഞിരുന്നു. അവന്റെ കൂടെ ഒരുപാട് നാളുകൾ താമസിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും അവന്റെ താലി കഴുത്തിലിട്ടതിന് ശേഷം ആദ്യമായിട്ട് അവന്റെ ഒപ്പം താമസിക്കുന്നത് അതിന്റെ നാണം അവളുടെ കവിളിലുണ്ടായിരുന്നു. അവൻ മുറിയിലെത്തിയപ്പോൾ സിദ്ധാർത്ഥ് നീലിമയെ കൈകളിൽ കോരിയെടുത്ത് ചുംബിച്ചു. അവന്റെ ചുംബനം അങ്ങനെ നീണ്ടുപോയി. പിന്നീട് അവൻ അവന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലേക്ക് അടുപ്പിച്ചു. അപ്പോൾ കൃത്യമായി വാതിലിൽ ആരോ മുട്ടുന്നു. ഷോ, നാശം! സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ പറഞ്ഞു. നീലിമ ഒരു ചിരിയോടെ ചെന്ന് വാതിൽ തുറന്നു. പുറത്തൊരു ജോലിക്കാരി നിന്നിരുന്നു. അവരുടെ കയ്യിൽ ഒരു ഗ്ലാസ് പാലും ഉണ്ടായിരുന്നു. അവൾ അത് നീലിമയ്ക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഇതിങ്ങോട്ടേക്ക് തന്നുവിടുവാൻ മല്ലികാമ്മ പറഞ്ഞു. മാഡം, ഇത് എടുക്കാതെയാണ് മുറിയിലേക്ക് പോയത്. അതുകൊണ്ടാ ഞാൻ കൊണ്ടുവന്നത്. ജോലിക്കാരി ഒരു ചെറു ചിരിയോടെ പറഞ്ഞു. നീലിമയ്ക്ക് അവരുടെ ചിരി കണ്ടപ്പോൾ നാണം വർദ്ധിച്ചു. അവൾ ആ പാല് ഗ്ലാസ് വാങ്ങിയതിനു ശേഷം അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ വാതിലടച്ചു. അക്ഷമയോടെ സിദ്ധാർത്ഥ് അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. നീലിമ പാല് അവന്റെ നേർക്ക് നീട്ടി. അവൻ അത് വാങ്ങി പകുതി കുടിച്ച് ബാക്കി അവൾക്ക് നേരെ നീട്ടി. രണ്ടുപേരും അങ്ങനെ ആ ചടങ്ങും പൂർത്തിയാക്കി. ശേഷം സിദ്ധാർത്ഥ് പറഞ്ഞു, ഇനി ആരെങ്കിലും വന്നു വിളിച്ച വാതിൽ തുറക്കണ്ട. അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ അവളെ പുണർന്നു. നീലിമ മറുപടി പറയാതെ അവന്റെ കൈക്കുള്ളിൽ കിടന്നു. അവൻ തനിക്ക് വേണ്ടി അവന്റെ വീട്ടുകാരെയും മറ്റുള്ളവരെയും വെറുപ്പിച്ചതും മറ്റും അവൾക്ക് ഓർമ്മ വന്നു. അവൻ തന്നെ മറ്റെന്തിനേക്കാളും ഏറെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്കപ്പോൾ തോന്നി. അവനെപ്പോലെ ഒരാളെ ഭർത്താവായി കിട്ടിയ താൻ ഒരുപാട് ഭാഗ്യവതിയാണെന്ന് നീലിമ ചിന്തിച്ചു. അവൻ അവളുടെ കവിളിൽ ചുംബിച്ചുകൊണ്ടേയിരുന്നു. ചുംബനം വീണ്ടും നീണ്ടുപോയി. രണ്ടുപേരും അതിന്റെ ആലസ്യത്തിലങ്ങ് മയങ്ങിപ്പോയി. ചുംബന ലഹരിയിലായിരുന്ന ഇരുവരും പരസ്പരം മതിമറന്ന് അലിഞ്ഞു ചേരാൻ ശ്രമിച്ചു. പെട്ടെന്നാണ് വാതിലിൽ വീണ്ടും ആരോ മുട്ടുന്നത് കേട്ടത്. സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ എഴുന്നേറ്റു. ഇതാരാണ് ഈ സമയത്ത് ഇങ്ങനെ ശല്യപ്പെടുത്തുന്നതെന്നറിയണമല്ലോ. എന്നിട്ട് വാതിലിനരികിലേക്ക് നടന്നു. അപ്പോൾ നീലിമ അവനെ തടഞ്ഞു. അത് മല്ലികാമ്മയോ ജോലിക്കാരോ ആയിരിക്കും. വെറുതെ ദേഷ്യപ്പെടാനൊന്നും നിൽക്കണ്ട, ഞാൻ പോയി നോക്കിക്കോളാം. അവൾ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് ഒന്ന് തണുത്തു. നീലിമ ചെന്ന് വാതിൽ തുറന്നു നോക്കി. അപ്പോൾ പുറത്ത് മനീഷ് നിൽക്കുന്നുണ്ടായിരുന്നു. അവന്റെ കയ്യിൽ എന്തൊക്കെയോ ഫയലുമുണ്ട്.
എന്തോ അത്യാവശ്യക്കാരം ആയതുകൊണ്ടാണ് മനീഷ് ആ സമയത്ത് ബുദ്ധിമുട്ടിച്ചതെന്ന് നീലിമയ്ക്ക് മനസ്സിലായി. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. മാഡം മാഡം ഈ നേരത്ത് വന്ന് ബുദ്ധിമുട്ടിച്ചതിൽ വളരെ വിഷമമുണ്ട്. പക്ഷേ ഒരു കാര്യം അത്യാവശ്യമായിട്ട് സാറിനോട് പറയേണ്ടതുണ്ട്. അതുകൊണ്ടാ ഞാനിപ്പോൾ ഈ സമയത്ത് തന്നെ വന്നത്. മനീഷ് വാക്കുകൾ പൂർത്തിയാക്കാതെ സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി. സിദ്ധാർത്ഥ് മനീഷിനെ പുറത്ത് കണ്ട ഉടനെ തന്നെ അവന്റെ അരികിലേക്ക് വന്നു. എന്താ മനീഷെ, ഈ സമയത്ത് എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സിദ്ധാർത്ഥ് ചോദിച്ചു. മനീഷ് അതിന് മറുപടി പറയാതെ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി. അവന് പറയാനുള്ള എന്തോ ഒഫീഷ്യൽ കാര്യമാണെന്നും അത് നീലിമ നിൽക്കുമ്പോൾ പറയാൻ അവന് ബുദ്ധിമുട്ടുണ്ടെന്നും സിദ്ധാർത്ഥ് മനസ്സിലാക്കി. അവൻ ഉടനെ നീലിമയോട് ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് മനീഷിനൊപ്പം ഓഫീസ് റൂമിലേക്ക് പോയി. മനീഷും അവനൊപ്പം നടന്നു ചെന്നു. ഇനി പറ, എന്താ കാര്യം? സിദ്ധാർത്ഥ് ചോദിച്ചു. അപ്പോൾ അല്പം മടിച്ചു മനീഷ് ആ കാര്യം പറഞ്ഞു. സർ, ലാവണ്യ മാഡം രക്ഷപ്പെട്ടു. നമ്മൾ പൂട്ടിയിട്ട സ്ഥലത്തൊന്നും അവരെ കാണുന്നില്ല. മനീഷ് പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് ഞെട്ടലൊന്നുമില്ലാത്തതുപോലെ അവനെ നോക്കി നിന്നു. അപ്പോൾ മനീഷ് വീണ്ടും തുറത്തിൽ, സാറിനെന്താ ഇത് കേട്ടിട്ട് ഒരു ഞെട്ടൽ പോലും ഇല്ലാത്തത്? ആ സ്ത്രീ പുറത്തേക്ക് പോയാൽ നമ്മൾ അവരെ പൂട്ടിയിട്ട കാര്യം എല്ലാവരോടും പറയില്ലേ? പ്രശ്നമാക്കി. മാത്രമല്ല അവരുടെ ബിസിനസ് ഗ്രൂപ്പ് നമ്മളുമായുള്ള സകല ബന്ധങ്ങളും നിർത്തുകയാണെന്നാ കേട്ടത്. അതെല്ലാം പുതിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കില്ലേ? അവൻ ചോദിച്ചത് കേട്ട് സിദ്ധാർത്ഥ് പറഞ്ഞു. നിനക്ക് തോന്നുന്നുണ്ടോ അവരുടെ ബിസിനസ് ഗ്രൂപ്പ് നമ്മളുമായിട്ടുള്ള ബന്ധം നിർത്തിയാൽ ഞാൻ അങ്ങ് കുത്തുപാള എടുത്തു പോകുമെന്ന്? ഒരു കണക്കിന് അവളുമായിട്ടുള്ള ആ ബന്ധം നിർത്തിയത് പോലും നന്നെങ്കിൽ, അതല്ലെങ്കിൽ ഞാൻ പിന്നെ എന്തെങ്കിലും കടുത്ത തീരുമാനമെടുക്കേണ്ടി വന്നേ. അതു പക്ഷേ അവളുടെ നല്ലതിനാ. അവൾ പുറത്തേക്ക് പോയാലും ആരോട് എന്തു പറഞ്ഞാലും എനിക്കിനി ഒരു പ്രശ്നവുമില്ല. മാത്രവുമല്ല, നീലിമയെ വിവാഹം കഴിക്കുക എന്ന് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. അത് നടന്നു. ലാവണ്യ എന്ത് ചെയ്താലും അതൊന്നും എന്നെ ബാധിക്കില്ല. സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് മനീഷ് അത്ഭുതപ്പെട്ടു. അവൻ നീലിമയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ത്യാഗവും സഹിക്കാനും തയ്യാറാണെന്ന് മനീഷിന് അപ്പോൾ തോന്നി. അവനോട് ലാവണ്യയെക്കുറിച്ച് സംസാരിക്കാൻ ആ സമയം വരേണ്ടിയില്ലായിരുന്നു എന്നും മനീഷിന് തോന്നി. താൻ വിചാരിച്ച അത്ര പ്രശ്നമൊന്നും ഈ കാര്യത്തിൽ തന്റെ മുതലാളിക്കുണ്ടായിരുന്നില്ലെന്ന് ഓർത്തപ്പോൾ മനീഷ് വീണ്ടും പറഞ്ഞു. ഞാൻ കരുതി സർ ഇതെല്ലാം കേട്ട് ഞെട്ടിപ്പോകുമെന്ന്. അതുകൊണ്ടാ ഞാൻ വേഗം തന്നെ ഇങ്ങോട്ടേക്ക് ഈ ഒരു കാര്യം വന്ന് പറഞ്ഞത്. സോറി സർ, ഞാൻ ഈ സമയം ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലായിരുന്നു. മനീഷ് ചമ്മലോട് കൂടിയാണത് പറഞ്ഞത്. സിദ്ധാർത്ഥ് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ അവനോട് പറഞ്ഞു. അതൊന്നും സാരമില്ലടോ. ഈ കാര്യം അറിഞ്ഞാൽ വന്നു പറയേണ്ടത് നിന്റെ ജോലിയാണല്ലോ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. തന്റെ മുതലാളി വളരെയധികം സ്നേഹത്തോടെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ അയാൾ ആകെ മാറിയിരിക്കുന്നു എന്ന് മനീഷിന് മനസ്സിലായി. ഇതെല്ലാം നീലിമ കാരണമാണെന്നും അവന് തോന്നി. സിദ്ധാർത്ഥ് ശരിക്കും സന്തോഷത്തോടെയാണ് അവിടെ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ മനീഷ് പറഞ്ഞു. എന്നാൽ ഞാൻ ഇറങ്ങുകയാണ്. നമുക്ക് പിന്നീട് കാണാം സാറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മനീഷ് അവിടെ നിന്നും പോകുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. പിന്നീട് കാണിക്കുന്നത് സംഭവ മുഹൂർത്തമായിട്ടുള്ള സിദ്ധാർത്ഥിന്റെയും നീലിമയുടെയും ആദ്യ രാത്രി ചടങ്ങുകളൊക്കെ ആയിരിക്കും. ആദ്യ രാത്രിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ടല്ലേ മനീഷ് അങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ ആദ്യ രാത്രി ചടങ്ങുമായിട്ടുള്ള എപ്പിസോഡ് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാട്ടോ. പിന്നെ നെക്സ്റ്റ് ഉടനെ തന്നെ 5 എപ്പിസോഡ് തുടർച്ചയായിട്ട്, അതായത് 311 മുതൽ 315 വരെയുള്ള എപ്പിസോഡ് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നാളത്തെ വീഡിയോൻ്റെ കൂടെ ആയിരിക്കട്ടെ അത് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും റിസ്ക് എടുത്തിട്ട് വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.